ജോലി കളയുമോ? പിന്നെ ഓപ്പർച്യൂണിറ്റീസിന് ഒരു കുറവില്ല. ഞങ്ങളുടെ കമ്പനീസിലൊക്കെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കാൻഡിഡേറ്റ്സിന് കിട്ടാറില്ല. 10 ഇൻ്റർവ്യൂ എടുത്താലും ഒരാളെ പോലും ഞങ്ങൾക്ക് ഹയർ ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ ഒരു കമ്പനിയിൽ ടെക് ആയിട്ട് ഒരു എഞ്ചിനീയർ നിന്നിട്ട് വളരുന്നതിന് പരിമിതി ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഹ്യൂജ് ഗ്രോത്താണ് കണ്ടത്. കാരണം ഫേസ്ബുക്കിലെ ടീം ഭയങ്കര ഓപ്പോസിറ്റ് ആണ്. അവർ ഭയങ്കര ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പം മെഴ്സിഡീസിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് പ്രോഗ്രാം ഉണ്ട്, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നേരെ വിസ തന്ന് പ്ലേസ്ഡ് ആയി കൊണ്ടുപോകും. നിങ്ങൾ മെഴ്സിഡീസിലെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള അവിടുത്തെ എംപ്ലോയീസിനാണ്. ഫൈനാൻഷ്യലി അവർ ഭയങ്കര ഇൻസെൻറ്റീവും തരും. ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യാൻ എഴുതിക്കോ, ഞാൻ കുറച്ച് എക്സ്ട്രാ പണിയെടുത്തു, 10 മണിക്കൂർ പണിയെടുത്തു എഴുതിക്കോ, അപ്പം അലേർട്ട് പോകും നീ 10 മണിക്കൂറിന് മേലെ പണിയെടുത്ത് അവർക്ക് പിന്നെ പോലീസ് കേസ് വരെ വരും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെഹിക്കിളും കാര്യങ്ങളൊക്കെ കമ്പനി നിങ്ങൾക്ക് തരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ ഡിഗ്രി ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് എനിക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോബ് കിട്ടുമായിരുന്നു. പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് പ്രശ്നമായില്ലേ? അവിടെ PhD കൂടുതൽ ഉണ്ടാകുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യണത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നോട് ഇന്നേ വരെയായിട്ട് ആരും ചോദിച്ചിട്ടില്ല. അവിടെ ചോദിച്ചില്ല അവർ? ഇല്ല, ചോദിച്ചിട്ടില്ല. അവർ ഏത് യൂണിവേഴ്സിറ്റി ആണോ അല്ലെങ്കിൽ ഇല്ല അങ്ങനൊന്നും ചോദിച്ചില്ല. അവരാകെ ചോദിച്ചത് അവരുടെ റിക്വയർമെന്റ് ബേസിക്കലി ഇങ്ങനെ നമ്മളെ ബേസിക് എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അവരെ കാര്യങ്ങൾ നമ്മൾ സ്കെയിൽ ചെയ്യണം. സൂമിന് അറൗണ്ട് 400-500 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്ര യൂസേഴ്സ് ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളെ ഈ ട്രാൻസ്ലേഷൻ സർവീസൊക്കെ സ്കെയിൽ ചെയ്ത് വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അത് സ്കെയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ. അപ്പോൾ ആ ഒരു എക്സ്പേർട്ടാണ് ഞാനായിട്ട് വരുന്നത്. ഞാൻ അവിടെ, കാരണം എനിക്ക് ടിവോ എന്നുള്ള എക്സ്പെർട്ടൈസാണ്. അവിടെ 300 മില്യൺ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെർട്ടൈസാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. പിന്നെ ഇവരെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവും, കാരണം അവരും മെഷീൻ ലേണിംഗ് ആണ്, ഞാനും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ആ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും സിങ്ക് ആവും. പെട്ടെന്ന് അങ്ങനെ നടന്നു. പിന്നെ ഒരു 2-3 മാസം എല്ലാം മനസ്സിലാക്കാൻ ടൈം എടുത്തു. പിന്നെ നമ്മൾ സ്കെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്തു, പല ഫീച്ചേഴ്സും ആഡ് ചെയ്തു. അപ്പം ഇനിയിപ്പം എന്നും നമ്മളിങ്ങനെ എപ്പോഴും സൂമിൻ്റെ ഈ ഓരോരോ ഫീച്ചേഴ്സാണ് നമുക്ക് പറയാം, ഞാൻ വർക്ക് ചെയ്ത് എൻ്റെ ടീം ചെയ്താണല്ലോ എന്ന് പറയുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവും. മറ്റേത് നമ്മളൊന്നും അറിയത്തില്ല ആരും എന്ത് ചെയ്തു എന്നുള്ളത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ ജർമ്മനിൽ സാധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജർമ്മൻ ഭാഷ അറിയണമെന്നൊക്കെ ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? യൂഷ്വലി ടെക് ഫീൽഡിന് അതിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. ബട്ട് ഭാഷ അറിഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണ്. കാരണം പ്രിഫറൻസ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. അവർക്ക് അവരുടെ ടീമിലുള്ള എല്ലാവരും സെയിം ലാംഗ്വേജ് പറയുന്ന അവർക്ക് കംഫർട്ടബിൾ. അപ്പോൾ സൂമിൽ അങ്ങനെയൊന്നുമില്ല. സൂം ഒരു US ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് എല്ലാവരും ഇംഗ്ലീഷാണ് പറയുക. പക്ഷേ ഇപ്പം ഞാൻ മെഴ്സിഡീസിലാണ്, അത് ജർമ്മൻ കമ്പനിയാണ്. അപ്പം ടീമിലെല്ലാവരും ജർമ്മനാണ് സംസാരിക്കുക. പക്ഷേ വർക്കിന് അതിൻ്റെ ആവശ്യം. എവിടെയായിരുന്നു? സൂമും ജർമ്മനിയിൽ തന്നെയാണ്. പക്ഷേ US ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് കൾച്ചർ പക്ക US കൾച്ചറായിരുന്നു. ഇത് പക്ക ജർമ്മൻ കമ്പനിയാണ്. അപ്പം ജർമ്മൻ കൾച്ചർ. പക്ഷേ വർക്കിന് ഇതൊന്നും വേണ്ട. വർക്കിന് ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. നമ്മളെ ടെക് കാര്യങ്ങളായതുകൊണ്ട്. പക്ഷേ നമ്മളിതുപോലെ ഒരു കോഫി കോൺവെർസേഷനോ അല്ലെങ്കിൽ ലഞ്ച് ടൈം കോൺവെർസേഷനോ ഒക്കെ അവരുടെ ലാംഗ്വേജ് അറിയുമ്പോൾ ബെറ്റർ ആയിരിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ഇറ്റ്സ് നോട്ട് എ മാൻഡേറ്ററി തിങ്. അത് അറിഞ്ഞാൽ ബെറ്റർ, അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ യാസിറിന് ഇപ്പോൾ ഡിഗ്രി ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് എനിക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോബ് കിട്ടുമായിരുന്നു? ടെക് ഫീൽഡിലായതുകൊണ്ട് ജോബ് എന്തായാലും കിട്ടും. ജോബ് കിട്ടാൻ പ്രോബ്ലം ഇല്ല. പക്ഷേ കുറച്ചുകൂടി എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വരും. കാരണം നമ്മളപ്പം കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു ഡിഗ്രി ഉള്ള ഒരാളോടാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 2 പേരുണ്ട് ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാനാണ് ഹയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കൽ സ്കില്ല് 2 പേർക്ക് ഈക്വൽ സ്കില്ലാണ്, 2 പേർക്ക് ഒക്കെ ഈക്വലാണ്. ഇപ്പോൾ നമ്മൾ ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിൽ ഡിഗ്രി ഉള്ള ഒരാൾ നമ്മൾ എടുക്കും. അങ്ങനെ അപ്പം മറ്റൊരാൾ ഇപ്പോൾ അതേ സമയത്ത് സെയിം ആൾ, ഇയാൾക്ക് കുറച്ചുകൂടി കൂടുതൽ പ്രോജക്ട്സും കുറച്ചുകൂടി നോളജും സ്കില്ലും ഉണ്ട്. ഇയാൾക്ക് ഡിഗ്രി മാത്രമേ ഉള്ളൂ, ബേസിക് പ്രോജക്ട്സ് ഉള്ളൂ. ഒബ്വിയസ്ലി നമ്മൾ ഇയാളെ ഹയർ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ട്. പിന്നെ അല്ല, ഇപ്പോൾ ഹയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കമ്പനീൻ്റെ അടുത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഴ്സിഡീസിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രിഫറൻസ് അവർ തരാറുണ്ടോ? അല്ലെ ഡിഗ്രി മസ്റ്റാണ്, ഡിഗ്രി എടുക്കണം എന്നുള്ള രീതി? അത് 2 ടൈപ്പ് ഓഫ് ഹയറിംഗ് ഉണ്ട്. ഒന്ന് നമ്മളിപ്പം ഇതുപോലെ കരിയർ പേജിലൊക്കെ പോയി അപ്ലൈ ചെയ്ത് നമ്മൾ റെസ്യൂമൊക്കെ അപ്ലോഡ് ചെയ്ത് ഹയർ ചെയ്ത് അപ്പം കുറേയൊക്കെ സിസ്റ്റം ആയിക്കാരും നോക്കുക, അല്ലെങ്കിൽ HRs ആയിക്കാരും നോക്കുക. അവർക്ക് ഇതൊന്നും അത്ര അറിയാം. അവർക്ക് ഒരു ബേസിക് ക്രൈറ്റീരിയ ക്വാളിഫൈ ചെയ്താൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുള്ളൂ. രണ്ടാമത്തെ റെഫറൽ വഴി പോകുന്നത്. ഇപ്പം മെഴ്സിഡീസിലാണെങ്കിൽ സ്റ്റുഡൻറ്റ് പ്രോഗ്രാംസും ഉണ്ട്. പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാന്നുള്ളത്. അത് എഞ്ചിനീയറിംഗ് ഒന്നുമില്ല, അവർക്ക് ഇഷ്ടമുള്ള എന്തും പഠിക്കുന്നവരൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. ഈ 2 ടൈപ്പ് മെഴ്സിഡീസിലുണ്ട്. റെഫറൽസ് എല്ലാ കമ്പനീസിലുണ്ട്. അപ്പോൾ റെഫറൽ ആകുമ്പോൾ എന്താ വെച്ചാൽ, ഞാൻ പറയുകയാണ് എനിക്ക് ഇന്നൊരു കാൻഡിഡേറ്റിനെ അറിയാം, ഇയാൾ നല്ലതാണെന്ന് പറഞ്ഞാൽ എൻ്റെ മാനേജർ പറഞ്ഞാൽ മാനേജർ ഒബ്വിയസ്ലി അയാളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന വരെ ഉള്ളൂ. ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നിങ്ങളെ സ്കില്ല്, നിങ്ങളെ കഴിവ്, അത്രേ ഉള്ളൂ. അതോടെ നമ്മളെ എല്ലാ എഡ്യൂക്കേഷനും എല്ലാം അവിടെ തുടങ്ങുന്നു. അപ്പോൾ ഈ സൂമിൽ കിട്ടിയത് എന്താ റെഫറൻസ് ഉണ്ടായിരുന്നോ, അതോ നേരിട്ട് ഇതേപോലെ വെബ്സൈറ്റ് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്താണോ? സൂമിൽ അവർ എന്നെ ഇങ്ങോട്ട് ലിങ്ക്ഡിന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. അതെങ്ങനെ അവിടെ എത്തിയത്? അവർ ലൈക്ക് എനിക്ക് ഇപ്പോഴും ലിങ്ക്ഡിന്ന് യൂഷ്വലി കുറേ മെസ്സേജസ് വരും, ഇങ്ങനെ ഓഫേഴ്സാണ്. അപ്പം സൂമിൻ്റെ HR സിംഗപ്പൂരിലുള്ള ഒരു HR ഉണ്ടായിരുന്നു. അപ്പോൾ ആ HR എൻ്റെ പ്രൊഫൈൽ ലിങ്ക്ഡിനിൽ കണ്ടിട്ട് ഞാൻ ടിവോയിൽ വർക്ക് ചെയ്തൊക്കെ ഞാൻ എപ്പോഴും ലിങ്ക്ഡിനിൽ നല്ല ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയോ എൻ്റെ പ്രൊഫൈൽ അവരെ ഇതിൽ വന്നു. എന്നിട്ട് അവരെന്നെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു ഇങ്ങനെ താല്പര്യം ഉണ്ടോ. ഞാൻ ഓപ്പൺ ടു വർക്കിൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ സ്വിച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഓക്കെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഫേസ്ബുക്കിന് ഞാൻ പകരം കരിയർ പേജിൽ പോയി അപ്ലൈ ചെയ്തിട്ടാണ് ഫേസ്ബുക്കിൻ്റെത് ആയത്. ആമസോൺ ആണെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആമസോൺ ഞാൻ ഓൾറെഡി കുറേ മുമ്പ് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് അവർ വൺസ് നമ്മൾ കോൺടാക്റ്റ് അവരുടെ അടുത്തുണ്ട്, നമ്മൾ ഇൻ്റർവ്യൂവിൽ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്, അവർ നമ്മളെല്ലാ 6 മാസം വിളിക്കും. ഗൂഗിളും വിളിക്കും, ഫേസ്ബുക്കും വിളിക്കും. എല്ലാവരും എല്ലാ 6 മന്ത് കൂടുമ്പം നമ്മളെ സുഖവിവരങ്ങൾ അന്വേഷിക്കും, എന്നിട്ട് ചോദിക്കും. അതെപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ മാസം ഗൂഗിൾ വിളിച്ചില്ലല്ലോ. അല്ല, വിളിക്കുമ്പോൾ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ വിളിച്ചാൽ ടെൻഷനാണ് വരിക. പ്രിപ്പയർ ചെയ്യണമല്ലോ DSA 3 മാസം നാലേക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ നോക്കാമല്ലോ. ഇപ്പം മെർസിഡീസ് ഈസ് എ വെരി സ്റ്റേബിൾ കമ്പനി, മറ്റുള്ളതൊക്കെ വെച്ച് നോക്കും. അപ്പം ഞാൻ ഹാപ്പിയാണ് അവിടെ. ശരി. അപ്പോൾ ഒരു 1 ഇയർ സൂമിൽ വർക്ക് ചെയ്തു ജർമ്മനിയിൽ, അവിടെ പോയി. ഓക്കെ. അപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക്, ഇപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ മെർസിഡീസിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്ത് റിമോട്ടായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നേരെ വിസ തന്ന് പ്ലേസ്ഡ് ആക്കി കൊണ്ടുപോകും നിങ്ങൾ? അതുകൊണ്ട് ഇപ്പോൾ സൂം എനിക്ക് അങ്ങനെ ആയിരുന്നല്ലോ. എനിക്കിപ്പോൾ സൂം അവർ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ കിട്ടുന്നവരുണ്ട്. അപ്പം ഇതുപോലത്തെ ഒരു വലിയ കമ്പനി വെച്ചപ്പോൾ സ്റ്റാർട്ടപ്സിനൊക്കെ എടുക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉള്ളത്, അവനൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്. അവൻ്റെ മെജോറിറ്റി വർക്ക് ഫോഴ്സും ഇന്ത്യയിലുള്ള ബിടെക് പഠിക്കുന്ന സ്റ്റുഡൻസും, അല്ലെങ്കിൽ ബിടെക് എന്നല്ല സാധാ BCA ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ്, അങ്ങനെയുള്ള സ്റ്റുഡൻസാണ് അവൻ്റെ. ഇവർ ക്വാളിഫൈ ചെയ്തിട്ട് ഇവൻ വിസക്ക് കൊടുത്തിട്ട് കൊണ്ടുവന്നവരും ഉണ്ട് അവിടെ സ്റ്റാർട്ടപ്സിന്. അപ്പം ബേസിക്കലി അവിടെ ടെക്കിന് നല്ല ഷോർട്ടേജ് ഉണ്ട്, സ്കില്ല് ഭയങ്കര ഷോർട്ടേജ് ഉള്ള ഒരു നാടാണ് ജർമ്മൻ എന്നല്ല, മോസ്റ്റ്ലി യൂറോപ്യൻ കൺട്രീസിലൊക്കെ നല്ല ഷോർട്ടേജ് ഉണ്ട്. നമ്മുടെ അടുത്ത് സ്കില്ലുണ്ട്, നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ പ്രൊഫൈൽ നല്ല അടിപൊളിയാണെന്നുണ്ടെങ്കിൽ, പ്രൊഫൈൽ അടിപൊളിയാകുമ്പം 100 പേർക്കും ഒരേപോലെ ആവാതെ നമ്മൾ എന്തെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. പിന്നെ പല വെബ്സൈറ്റ്സും അതിനായിട്ടുള്ളത് തന്നെ ഉണ്ട്. അപ്പം അവർ നമ്മളെ പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കിട്ടി കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ കുറച്ച് റെസ്യൂം ഞങ്ങൾ തരേണ്ടതുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ നിങ്ങളിപ്പോൾ ഒരു ഫ്രഷറിന് അപ്ലൈ ചെയ്യുന്നതും പുറത്ത് അപ്ലൈ ചെയ്യുന്നതും ഈക്വൽ പ്രോബബിലിറ്റിയാണ്. അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് എന്നൊന്നുമില്ല, രണ്ടും ഈക്വൽ പ്രോബബിലിറ്റി. ഇവിടെ കിട്ടാൻ എത്ര ചാൻസ് ഉണ്ട് അത്ര ചാൻസ് അവിടെയും കിട്ടാനുള്ളൂ. അത് അത്ര ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അൺലെസ് നമ്മളൊരു ജനറിക് പൊസിഷനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കുറേ പിള്ളേരുണ്ടാവും. നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആണെങ്കിൽ നല്ലത്. അതേപോലെ ഔട്ട്സ്റ്റാൻഡ് ചെയ്യണ നല്ല പ്രൊഫൈലുകൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൈത്തൺ എക്സ്പെർട്സ് കുറവാണ്, എംബെഡഡ് പ്രോഗ്രാമിംഗ് എക്സ്പെർട്സ് കുറവാണ്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ പേര് അങ്ങനെ പോകും, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അവർക്ക് കണ്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. ഓക്കെ. അപ്പോൾ സൂം കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞപ്പോൾ സൂമിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു മൂഡ് എന്തായിരുന്നു? മെർസിഡീസിന് നല്ല ഓഫർ കിട്ടിയതിൻ്റെ പേരിൽ ചാടിയതാണോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു വണ്ടി ഭ്രാന്തനാണ്. അപ്പം മെർസിഡീസിൽ നിന്ന് അവർ വിളിച്ചു, അവരുടെ ടീമിൽ ആർക്കിടെക്ട് പോസ്റ്റ്. അപ്പം നമ്മുടെ ഫീൽഡിൽ സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ആവണമെന്ന് 10+ ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. എനിക്ക് 6 വർഷത്തിന് എക്സ്പീരിയൻസ് ആവുന്നുള്ളൂ. അപ്പോഴാണ് അവർ വിളിച്ചത്, മെർസിഡീസ് ആണെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരിത് കണ്ടപ്പോൾ നമ്മൾ എഴുതി കൊള്ളാം, നല്ലതാണ്, പാക്കേജും നല്ലതാണ്, ഒക്കെ നല്ലതായപ്പം ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് മൂവ് ചെയ്തത്. അപ്പം പക്ഷേ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഇൻ്റർവ്യൂസ് മെർസിഡീസിലാണ് നടന്നത്. അവർ ടോട്ടൽ 11 hours ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട്. ഐ മീൻ പല ടൈമിങ്ങിലും ഏറ്റവും, പക്ഷേ 11 റൗണ്ട്സ് അല്ലെങ്കിൽ 7 റൗണ്ട്സ് ആണ്. ചിലത് 2 മണിക്കൂർ 3 മണിക്കൂർ ഉണ്ട്. പാനൽ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. 6 വർഷമുള്ള ഒരാളെ നമ്മൾ ഹയർ ചെയ്ത് ഈ പൊസിഷനിലേക്ക് എടുക്കുമ്പം ജർമ്മനും അറിയത്തില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്കൊരു അപ്പോൾ കുറേ പേര് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പല രീതിയിലും. എൻ്റെ മാനേജർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, പക്ഷേ മാനേജേഴ്സിൻ്റെ ബാക്കിയുള്ള മാനേജേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ കുറേ ഇൻ്റർവ്യൂസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് റെഫറൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, റെഫറൻസ് ഇല്ലായിരുന്നു. ഇതും ഇതുപോലെ ഇത് ഞാൻ എന്നൊക്കെ അപ്ലൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ എൻ്റെ മാനേജർക്ക് ആ പ്രൊഫൈൽ കണ്ടിട്ട് വിളിച്ച് ചോദിച്ചു, നീ സൂമിൽ ഇങ്ങനെ സ്കെയിലിങ് കാര്യങ്ങളൊക്കെ സ്കെയിലബിലിറ്റി ആയിരുന്നു അപ്പോഴത്തെ എൻ്റെ കീ പോയിന്റ് എന്ന് പറയുന്നത്. സ്കെയിലബിലിറ്റി ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇഷ്യൂ, കാരണം അവർ ടെക് കമ്പനി അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഇതുണ്ട്, താല്പര്യമുണ്ട് ചോദിച്ചു ഇങ്ങനത്തെ ഒരു ഇതിൽ വർക്ക് ചെയ്യാൻ. ഓൾറെഡി പറഞ്ഞു ഇതൊരു ടെക് കമ്പനി അല്ല, അപ്പോൾ അങ്ങനത്തെ ഒരു വർക്ക് കൾച്ചറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റോ ആവില്ല, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലും ആവില്ല, ഡിഫറൻസ് ഉണ്ടാവും. താല്പര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിന് നോക്കാം. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ നമ്മൾ പറയുമ്പോൾ കുറച്ച് ഇതിലാണല്ലോ പറയുക. അങ്ങനെ അവർ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എനിക്ക് അവരുടെ ടീമിനെ കുറിച്ച് ആദ്യം നമ്മളോട് എപ്പോഴും പറയും എന്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അറൗണ്ട് 35 പ്രൊഡക്ട്സ് അല്ല, ഒരു കുഞ്ഞ് കമ്പനി തന്നെയാണ്, അത്രയും സാധനം അണ്ടറിൽ വരുന്നുണ്ട്. അതും ലോകത്തിലെ എല്ലാ പ്ലാന്റ്സിൻ്റെയും പ്രൊഡക്ഷൻ മൊത്തം ഞങ്ങൾ അണ്ടറിലാണ് വരുന്നത്. കേൾക്കുമ്പം ഹ്യൂജ് പ്രൊജക്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നി ആസ് എൻ എൻജിനീയർ നമുക്ക് ഗ്രോ ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. നമ്മൾ ഒരു കമ്പനിയിൽ ടെക് ആയിട്ട് ഒരു എഞ്ചിനീയറായിട്ട് നിന്നിട്ട് വളരുന്നതിന് ഒരു പരിമിതി ഉണ്ട്. ആ പ്രൊഡക്റ്റ് ഇതാവുന്നവരെ അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി എത്തുന്നവരൊക്കെ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ
ഹ്യൂജ് ഗ്രോത്താണ് കണ്ടത്. കാരണം എക്സ്പേർട്സും കുറവാണ് അവിടെ. അപ്പോൾ നമ്മൾ ടെക്ക് എന്ന് വരുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പെർട്ടൈസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ നല്ല പൊട്ടൻഷ്യൽ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നാമത് പെട്ടെന്ന് സ്വിച്ച് ചെയ്തു. ഇത് എത്ര വലിയൊരു ക്യാമ്പസ് ആണ് ഇത്? ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹെഡ് ക്വാർട്ടേഴ്സിലാണ്, സ്റ്റുട്ട്ഗാർട്ടിലാണ്. അപ്പം ബേസിക്കലി ഫാക്ടറി തന്നെ ഒരു 10-20 കിലോമീറ്ററോളം വലിപ്പമുള്ള ഒരു വലിയൊരു ഏരിയ ആണ് ഫാക്ടറി. അപ്പം ഫാക്ടറി നമുക്ക് വിസിറ്റ് ചെയ്യാനൊക്കെ ചെയ്യാം. ഓഫീസ് ബിൽഡിങ്സ് തന്നെ ഞങ്ങൾക്ക് 5-6 ഓഫീസ് ബിൽഡിങ്സ് ഉണ്ട്. അപ്പം ആ ഓരോന്ന് പറഞ്ഞാൽ ഒരു വലിയ IT പാർക്കിന് പക്ഷേ ഈ 10 ബിൽഡിംഗ് എന്ന് പറയുന്നത് അടുപ്പിച്ചല്ല, ഒക്കെ ഓരോ 20 കിലോമീറ്റർ 15 കിലോമീറ്റർ ആണ് പറഞ്ഞത്. കിലോമീറ്റേഴ്സ്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓഫീസിൽ നിന്ന് മറ്റേ ഒന്നിൽ ട്രാമിൽ പോകണം അല്ലെങ്കിൽ കാറിൽ പോകണം, അങ്ങനെയൊക്കെയാണ്. അപ്പം അത് അത്രയും ലോങ് ആണ്. ഇത് ജർമ്മനിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനിയാണ്. സ്റ്റേയും കാര്യങ്ങളും? അല്ലല്ല, ഞാൻ വേറെ സിറ്റിയിലാണ് താമസിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി ഒരു ലെസ് പോപ്പുലേറ്റഡ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു സിറ്റിയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പ്സ് എല്ലാവരും അവിടെയാണ്. അതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്മുടെ ഇന്ത്യയിലുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. മലയാളീസ് തന്നെ. അവിടെ പോയി അവിടുന്ന് പരിചയപ്പെട്ട് സെറ്റായ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും IT-ലും അങ്ങനെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അതുപോലെ ഇപ്പോൾ ഈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബെൻസിലെ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും അവിടെ വർക്ക് വരുന്നത്? നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബെൻസിലെ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും അവിടെ വർക്ക് വരുന്നത്? സോ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് എന്ന രീതിയിൽ നമ്മൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്ന സിസ്റ്റം ഡിസൈൻ, ആർക്കിടെക്ചർ, പിന്നെ അങ്ങനെ എന്ത് ടെക്ക് യൂസ് ചെയ്യണം, എന്ത് കൈൻഡ് ഓഫ് ആൽഗോരിതംസ് കാര്യങ്ങൾ ബെറ്റർ ആണ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഓൾസോ ആലോചിക്കണം. നമ്മളിപ്പം ഹാർഡ്വെയർ എവിടെ പ്ലേസ് ചെയ്യുന്ന ബെറ്റർ, ഡാറ്റാ സെൻറ്റർ എവിടെ ഓപ്പറേറ്റ് ചെയ്യണം, API റിക്വസ്റ്റിൻ്റെ ഓരോ ലേറ്റൻസി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിനൊക്കെ നമ്മൾ ക്യാഷും കൊടുക്കണമല്ലോ. ഓരോ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന് ക്യാഷ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എഫിഷ്യൻ്റ് ആക്കിയിട്ട് എങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് നമ്മളെ പ്രൊഡക്റ്റ് ബെറ്റർ ആക്കാം, എങ്ങനെയാണ് എഫിഷ്യൻസി കൂട്ടുക. കാരണം ഈ ഓരോ പ്രൊഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൊത്തം കാറിൻ്റെ മാനുഫാക്ചറിങ് ഡിപ്പെൻഡ് ചെയ്യില്ല. അതും ലോകത്തിലെ എല്ലാ പ്ലാന്റ്സിലും മാനുഫാക്ചറിങ് ഈ ഞങ്ങളെ പ്രൊഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം ഈ പ്രൊഡക്ട്സ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണോ അത്രത്തോളം വർക്ക് ഫോഴ്സിൻ്റെ എഫിഷ്യൻസി കൂടും, കാർ മാനുഫാക്ചറിൻ്റെ സ്പീഡ് കൂടും, എല്ലതും കൂടും. അപ്പം അതൊക്കെ നമ്മളൊരു അണ്ടറിൽ വരുന്നത്. അപ്പം നാളെയാണ് ഇപ്പോൾ ഒരു MySQL ഡാറ്റാബേസ് വേണ്ട, പോസ്റ്റ്ഗ്രസിലേക്ക് മാറണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു മൈക്രോ സെക്കൻഡോ അല്ലെങ്കിൽ കുഞ്ഞ് മില്ലി സെക്കൻഡ് മാറ്റങ്ങളുണ്ടെങ്കിൽ മില്യൺസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു മാറ്റമായിട്ട് വരും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹെഡ് ക്വാർട്ടേഴ്സിൽ മെയിനായിട്ട് S-Class മേബാക്കും ആണ്. പക്ഷേ അതുപോലെ വേറെ ഫാക്ടറീസ് ഉണ്ട്, ബ്രഹ്മൻ, അങ്ങനെ പല ലൊക്കേഷൻ പല. അവിടെയൊക്കെ പല മോഡൽസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. US മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലുണ്ട്, സൗത്ത് ഈസ്റ്റ് ഇവിടെ S-Class ഒക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ അല്ലാത്തതൊക്കെ ഇവിടെ തന്നെ പൂനെയിലാണ് പ്ലാന്റ്. അപ്പോൾ പൂനെയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വരെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്? ചൈനത്തെ ഇസ് ലൈക്ക് കംപ്ലീറ്റ്ലി വേറെ ലോകമാണ്. അത് നമ്മൾ വേറൊരു പ്ലാനറ്റിൽ പണിയെടുക്കുന്ന പോലെയാണ് ചൈന. കാരണം അവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. നമുക്കിപ്പോൾ യൂഷ്വലി നമുക്കിപ്പം പൂനെത്തെ ഒരു കാര്യം നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് കയറി അവിടെ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ സെർവറിൽ കയറി നോക്കൊക്കെ പറ്റും. ചൈനയിൽ പറ്റത്തില്ല. ചൈനയ്ക്ക് കയറാൻ ഒരു മോർ ദാൻ 100 ഫയർ വാൾസ് ഉണ്ട്. അതിനൊക്കെ പെർമിഷൻസ് കിട്ടണം. അപ്പോൾ ആ പെർമിഷൻ സെറ്റാക്കുന്നതിന് ഞങ്ങളൊരു ടൂള് ഞങ്ങൾ വേറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു കംപ്ലീറ്റ്ലി വേറൊരു ഇൻ്റർനെറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഡാറ്റ എടുക്കാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഇപ്പം പണ്ട് കോവിഡിന് മുന്നേക്കെ എൻ്റെ ടീംസൊക്കെ അവർ ചൈന പോവാറാണ്. അവർ മന്ത്ലി ഫ്ലൈറ്റ് എടുത്ത് ചൈനയിൽ പോകും. ചൈന പോയിട്ട് അവിടുത്തെ പ്ലാൻസിൻ്റെ കാര്യം നോക്കിയിട്ട് തിരിച്ചു വരും. ഇല്ല, ഇപ്പം കുറച്ചുകൂടി റെഗുലേഷൻസ് കുറഞ്ഞു. കോവിഡ് വന്നതിന് ശേഷം കമ്പനീസ് പൂട്ടി, ഗവൺമെൻറ് കുറച്ച് റെഗുലേഷൻസ് കുറച്ചു. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ. പക്ഷേ എന്നാലും ഇപ്പോൾ നമുക്ക് ഫാക്ടറി വിസിറ്റ്സ് എവിടെ വേണമെങ്കിലും ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കണ വെച്ചാൽ ഇപ്പോൾ ചൈനയിൽ ഇത്രയും റെസ്ട്രിക്ഷൻ ഉണ്ടായിട്ട് എന്നിട്ടും അവിടെ മേക്ക് ചെയ്യാൻ കാര്യം അവിടെ കോസ്റ്റ് കുറഞ്ഞതിൻ്റെ പേരിലായിരിക്കും. അല്ല, ഏറ്റവും ഡിമാൻഡുള്ള 2 മാർക്കറ്റ് ചൈനയും ഇന്ത്യയാണ്.
ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാർസ് സെയിലാവുന്നതും വാങ്ങുന്നതും ഒക്കെ ഉള്ളത്. അപ്പം ചൈനയിൽ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് സെയിൽ ചെയ്യാനും നടത്താനും സുഖമാണ്. മറ്റേ ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പെടാം. ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ ഇപ്പം അവിടെ യൂസേഴ്സ് മേടിക്കണം, അവരെ സ്വീഡനിലേക്ക് ഫിൻലാൻഡിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് മഞ്ഞത്ത് ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റോക്കി മൗണ്ടൻസ്, അതായത് ചുരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് കസ്റ്റമർ ആണോ ഇതിന്റെ എക്സ്പെൻസ്? ഇതൊക്കെ കസ്റ്റമേഴ്സിന് ഇഷ്ടം പോലെയാണ്. അത് കസ്റ്റമേഴ്സിനുണ്ട്. ചിലർ കസ്റ്റമേഴ്സ് പേ ചെയ്യുന്നവരുണ്ട്, ചില പ്രീമിയം കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ കമ്പനി തന്നെ ചെയ്യുന്നതുണ്ട്. അല്ല, അതിന്റെ എക്സ്പെൻസ് വഹിക്കുകയാണെങ്കിൽ ബെൻസ് അങ്ങനെ ചെയ്തു കൊടുക്കും. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല, കൂടുതൽ കസ്റ്റമേഴ്സ് 90% കസ്റ്റമേഴ്സ് തന്നെയാണ് പേ ചെയ്യാറ്. അത്ര പേ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ ഇൻ കേസ് ഫോർ എക്സാമ്പിൾ ഇപ്പം ജി ക്ലാസിന്റെ പുതിയ ഇലക്ട്രിക് ഇറങ്ങിയപ്പം കെൻഡൽ ജെന്നർ അങ്ങനെയുള്ള സെലിബ്രിറ്റീസിന് കൊടുക്കുമ്പോൾ ഒക്കെ ബെൻസ് തന്നെയാണ് അതിന്റെ എക്സ്പെൻസ് നോക്കാറ്. അങ്ങനെ അപ്പോൾ അതുവരെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് അതിന്റെ ഒക്കെ എഫിഷ്യൻസി കൂട്ടാനുള്ള പരിപാടികൾ. അത് എഫിഷ്യൻസി നല്ല അവർക്കുള്ള ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ചെയ്ത് നടക്കണം. എല്ലാവരും ഇതും നടക്കുന്ന ടെക് ബേസ്ഡാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യണം, ഇപ്പം വേറെ എംപ്ലോയീസ് തന്നെ അവരെന്ത് ചെയ്യണം എന്നുള്ള ഡിസൈഡ് ചെയ്യുന്നത് സിസ്റ്റം ബേസ്ഡാണ്. അപ്പോൾ ആ സിസ്റ്റത്തിനൊക്കെ ഇൻഫർമേഷൻ നമ്മളിൽ നിന്നാണ് പോകേണ്ടത്. അപ്പം കാർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഏത് കളറ്, ആ ഫാക്ടറീസ് ഓട്ടോമേറ്റഡ്, ഒക്കെ റോബോട്ടിക്സ് കൺട്രോൾ ചെയ്യുന്നത്. ഹ്യൂമൻ ലേബർ വളരെ കുറവാണ്. അപ്പോൾ ആ ഓരോ റോബോട്ട്സ് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ മൊമെൻറ്റിൽ, ഇപ്പം ബോഡി ഉണ്ടാക്കുന്ന വേറെ സൈഡിൽ നിന്നാണ്, എഞ്ചിൻ ഉണ്ടാക്കുന്ന വേറെ സൈഡിലാണ്. ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിക്കുകയാണ് ചെയ്യുക. അതിന് ഞങ്ങൾ അവിടെ ഇന്റേണലി പറഞ്ഞ മാരേജ് എന്നാണ് പറയുക. അവർ രണ്ടുപേരും ഒന്നിക്കുന്നതിന് മാരേജ് എന്ന് പറയും. അപ്പം ഇത് രണ്ടും ടെക് കൺട്രോൾഡ് ആണ്. ഇത് കറക്റ്റ്, ഇത് രണ്ടും ഒരു സമയത്ത് എത്തണം. ഏതെങ്കിലും ഒരു എഞ്ചിൻ എടുത്ത് ഇതിനൊക്കെയല്ല, ഒക്കെ കസ്റ്റംഡാണ്. ബെൻസിൻ്റെ എല്ലാ എഞ്ചിനും എല്ലാ ബോഡിയും കസ്റ്റംഡാണ്. അപ്പം അതൊക്കെ മിക്സ് ആവുന്ന സമയത്ത് ഇതൊക്കെ കറക്റ്റാണ്. വരുന്ന ബൈക്കിലെ കസ്റ്റമർ അറിയണം എനിക്ക് വൈറ്റ് വേണ്ട, റെഡ് കളർ മതി, ആ ബോഡി യൂസ്ലെസ് ആയി. അപ്പോൾ അടുത്ത ബോഡി വരണം. ഈ എഞ്ചിൻ ഇവിടെ എത്തുമ്പോഴത്തേനും അതെങ്ങനെ കറക്റ്റ് ട്രാക്കിലൂടെ ഇവിടെ എത്താം, വേറുള്ളവരെ ടൈം വേസ്റ്റ് ചെയ്യാതെ എത്തണം. അപ്പോൾ ഇതൊക്കെ കൺട്രോൾഡ് ആണ്. ഈവൻ സ്ക്രൂ ചെയ്യുന്ന മെഷീൻ്റെ ടോർക്കും പവറും ടൈമിങ് വരെ സിസ്റ്റമാറ്റിക്കലി കൺട്രോൾഡ് ആണ്. യൂസ് ചെയ്യുന്ന ആളൊന്നും അറിയണ്ട, അയാൾക്ക് ജസ്റ്റ് എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഈ ആൾക്കാർ ഭയങ്കര ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെക്കാനിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണോ, ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണോ? എക്സ്ട്രീംലി സ്കിൽഡ് ആൾക്കാർ. മെർസിഡീസിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള അവിടുത്തെ എംപ്ലോയീസിനാണ്. അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും സ്റ്റേബിളാണ് അവിടെ വർക്ക് ചെയ്യാന്ന്. കാരണം അവിടെ എംപ്ലോയീസ് കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ. നമ്മളെ അതാണ് ഫൈനാൻഷ്യലി അവർ ഭയങ്കര ഇൻസെൻറ്റീവും തരും. നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യാനെത്തിക്കോ, ഞാൻ ഇന്നിപ്പം കുറച്ച് പണിയെടുത്തു, 8 മണിക്കൂർ ഞാൻ പണിയെടുത്തു. നാളെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, എന്തെങ്കിലും പ്രൊഡക്ഷൻ എന്തെങ്കിലും ഫെയിൽ ആയെന്ന് കരുതിക്കോ, ഞാൻ കുറച്ച് എക്സ്ട്രാ പണിയെടുത്തു, 10 മണിക്കൂർ പണിയെടുത്തു എന്ന് കരുതിക്കോ, അപ്പം അലേർട്ട് പോകും മാനേജറിനും ഡയറക്ടറിനും. പോകും നീ 10 മണിക്കൂറിന് മേലെ പണിയെടുത്ത്, അവർക്ക് പിന്നെ പോലീസ് കേസ് വരെ വരും. അപ്പോൾ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ. അപ്പോൾ നമ്മളെ വർക്കിംഗ് അവേഴ്സ് 8 hours താഴെ കൊണ്ടുപോകണം. ഞാൻ 8 hours മേലെ പോയി കഴിഞ്ഞാൽ എപ്പോഴേ മാനേജർ പറയും ഇനി നാളെ കുറച്ച് പുറത്ത് നടക്കാൻ എന്തെങ്കിലും പോയിക്കോന്ന് പറയുന്നോട്. ഞാൻ ചെയ്യേണ്ട അറിയാം. അവിടെ അങ്ങനെയാണ്. ലൈക്ക് എംപ്ലോയീസിൻ്റെ വെൽബീങ് കഴിഞ്ഞിട്ട് എന്തുള്ളൂ, അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ തരും. യൂഷ്വലി എല്ലാ ജർമ്മൻ കമ്പനീസും അങ്ങനെയാണ്. ഓക്കെ, അതായത് നമ്മളെ വർക്ക് ലൈഫ് ബാലൻസ് സൂപ്പർ ആയിക്കാരം. ഓക്കെ. മാരീഡ് ആണോ? അതെ, ഞാൻ മാരീഡ് ആണ്. കുറേ ആയോ? ഞാൻ 2020 മാരീഡ്, 4 years ആണ്. ഓ ശരി. അപ്പോൾ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ, അതായത് ജർമ്മനി പോകുന്നതിന് മുന്നേ തന്നെ മാരീഡ് ആണ്? അതെ, ഞാൻ ഇവിടുത്തെ കോവിഡ് സമയത്തിലാണ് ഞാൻ. ലവ് മാരേജ് ആയിരുന്നു? അതെ അതെ, ലവ് മാരേജ് ആയിരുന്നു. അതാണ്. അതെ, ലവ് മാരേജ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവരും നിങ്ങളെ ഫീൽഡിൽ തന്നെയാണോ? IT ആണോ? അല്ല, വൈഫ് ഫിനാൻസ് ആണ്. ഫിനാൻസ് ഫീൽഡിലാണ്. ഒരു അത് വേണ്ടേ നമുക്ക്, ഡൈവേഴ്സിറ്റി വേണ്ടേ. ആളിപ്പോൾ ജർമ്മനിയിലാണോ? ഇപ്പോൾ ജർമ്മനിയിലാണ് എൻ്റെ കൂടെ തന്നെ. ഓക്കെ ഓക്കെ. ആള് ഫിനാൻസ് ഫീൽഡിൽ ജർമ്മനി വർക്ക് ചെയ്യുക? ഇല്ല, ഇപ്പം ജോബ് സീക്കിങ്ങിലാണ്. അപ്പം അവിടുത്തെ ലാംഗ്വേജ് പഠിച്ചു. അപ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് ഇതാണ്, ലാംഗ്വേജ് പഠിക്കണ്ട, പക്ഷേ അവരുടെ ഫീൽഡ് നമ്മൾ ലാംഗ്വേജ് പഠിക്കണം. അവർ ലാംഗ്വേജ് ഇപ്പോൾ പഠിച്ച ശേഷം തീരാറായിട്ടുണ്ട്. അങ്ങനെ മെഴ്സിഡീസിലെ ലൈഫ് തകർക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെഹിക്കിളും കാര്യങ്ങളൊക്കെ കമ്പനി നിങ്ങൾക്ക് തരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ അവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. ചിലർക്കാണെങ്കിൽ ലീസിന് എടുക്കാം, എല്ലാ വർഷവും മാറ്റി മാറ്റി പുതിയ വണ്ടികൾ എടുക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് വീക്കെൻഡിന് വേണ്ടി മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ റെന്റിന് എടുക്കാം. അപ്പോൾ ഒക്കെ വില കുറവായിക്കാര്യം നമുക്ക് അങ്ങനത്തെ കുറേ ഇതിൽ കിട്ടും. പിന്നെ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഡിസ്കൗണ്ടഡ് പ്രൈസസ് ഉണ്ടാവും, എംപ്ലോയീസ് ആയതുകൊണ്ട് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ചില വണ്ടികൾ നമുക്ക് എടുത്ത് അവിടെ ജർമ്മൻ ഓട്ടോബാനിൽ ഓടിക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയൊരു അതാണ്, അഡ്വാൻറ്റേജാണ്. കാരണം നമുക്ക് 300 മേലൊക്കെ ഓടിക്കാൻ പറ്റുന്ന ചില വണ്ടികൾ ഉണ്ടാവുള്ളൂ. 300 km/h ഓടിക്കാൻ പറ്റിയ വണ്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടുത്തെ ഓട്ടോബാനിൽ ഓടിക്കാൻ പറ്റുള്ളൂ. വേറെ എവിടെയും ലോകത്തിൽ തന്നെ എല്ലായിടത്തും പറ്റണമെന്നില്ല. അതൊക്കെ ആ ഒരു എക്സ്പീരിയൻസ്. റോഡ് അത്രയും ഇതായിരിക്കും, സ്മൂത്ത് ആയിരിക്കും. പിന്നെ ചില സ്ഥലത്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഇത്ര സ്പീഡിന് താഴെ പോകാനേ പാടില്ല. അപ്പം അതിന് താഴെ പോയി കഴിഞ്ഞാൽ ഫൈൻ. അപ്പോൾ നല്ല സ്പീഡിൽ പോകണം, അങ്ങനെയൊക്കെയാണ്. 300 സ്പീഡിന് താഴെ പോയ പ്രശ്നമുള്ള ചില അപ്പം നമ്മളെ ബാക്കിൽ വരുന്ന വണ്ടിക്ക് നമ്മളെക്കാളും സ്പീഡ് ഉണ്ടെങ്കിൽ അപ്പം 300
10ലോ 20ലൊക്കെ പോകണമെങ്കിൽ നമ്മൾ മാറി കൊടുത്തേ മതിയാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മൾ മാറി കൊടുത്തില്ല നമുക്ക് ഫൈൻ കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം മീൻസ് അവിടെ പറഞ്ഞ ലെഫ്റ്റ് ലൈനിൽ ഏറ്റവും സ്പീഡിൽ പോകാൻ പറ്റുമോ അത്രയും സ്പീഡിൽ പോകാം, അത്രേ ഉള്ളൂ. ഇന്ത്യയിലെ റോഡ് ഞാൻ 150 വരെയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. കൂടുതൽ എടുത്തു കഴിഞ്ഞാല് അപ്പൊ അതിനടുത്ത ലോറി കയറി വരും അല്ലേ, തീരുമാനമാകുന്ന അവിടെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് അറിയാം. നമ്മൾ ആ കറക്റ്റ് ലൈനിൽ പോയി കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളത്. ലൈക്ക് അവിടെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റാണ്, എല്ലാവരും റൂൾസ് ഫോളോ ചെയ്യും. ഇവിടെ മീൻസ് കുഞ്ഞു കാര്യങ്ങൾ പോലും ആരും ബ്രേക്ക് ചെയ്യില്ല. എനിക്ക് ഭയങ്കര ഒരു കൾച്ചറൽ ഷോക്കായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇപ്പം തൊട്ടപ്പുറത്തൊരു കടയിലേക്ക് കറി എന്തെങ്കിലും മേടിക്കാൻ നമ്മൾ ലൈസൻസ് ഇല്ല, വീട്ടിൽ ചിലപ്പം ബൈക്കൊക്കെ ഉള്ള പിള്ളേരുണ്ടാവും, പോയി മേടിച്ച് വരും. അവിടെ നമ്മൾ ചാവി കൊടുത്താൽ പോലും പിള്ളേർ ചാവി മേടിക്കൂല, ലൈസൻസ് ഇല്ല എനിക്ക് വേണ്ടാന്ന് പറയും. അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ് ആരും ക്രോസ് ചെയ്യില്ല, നമ്മളാണെങ്കിൽ ഇവിടെ ചാവി ക്രോസ് ചെയ്യും. അപ്പം അതൊക്കെ ആൾക്കാർ ഒരു അങ്ങനെ ഒരു സിവിക് സെൻസിലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നല്ലൊരു വെറൈറ്റി കൾച്ചറാണ്. ഇതാരും പഠിപ്പിക്കുന്നതാണോ അവര്? അവർ ചെറുപ്പം തൊട്ടേ ഇതൊക്കെ പഠിച്ച് അങ്ങനെ കൾച്ചറിലാണ് വരുന്നത്. ഇപ്പം എനിക്കുള്ള ഏറ്റവും വലിയ ഷോക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി 8 മണി അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. 8 മണി കഴിഞ്ഞാൽ എല്ലാ ഷോപ്പും അടക്കും. ഞായറാഴ്ച ഒരു ഷോപ്പും ഉണ്ടാവില്ല, ഒരു സൗണ്ടും ഉണ്ടാവില്ല. അപ്പം നമ്മളൊക്കെ മലയാളികൾ നമുക്ക് മിക്സി, കുക്കർ ഇതൊക്കെയുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യാം, അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഞായറാഴ്ച. കാരണം സൗണ്ട് ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും നമ്മൾ പീസ്ഫുള്ളായി, എല്ലാവർക്കും പീസ് വേണം, എല്ലാവർക്കും സമാധാനം കൊടുക്കണം, ആരെയും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ സൗണ്ട് പൊല്യൂഷൻ കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഫസ്റ്റ് നമുക്ക് വീടായി തോന്നും, പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു സുഖം മനസ്സിലാക്കുമ്പോഴാണ് ഭയങ്കര സമാധാനമായിട്ട് തോന്നുക. അപ്പം ഞാനൊക്കെ ഇവിടെ വെക്കേഷൻ വന്ന ഫസ്റ്റ് 2 ദിവസം വീക്കെൻഡിൽ അതിൻ്റെ ആയിട്ടുള്ള ലൊക്കേഷൻ, അതിൻ്റെ ആയിട്ടുള്ള പരിപാടികളും പാർട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ വീടിൻ്റെ ഉള്ളിലും കൂടുകയാണെങ്കിലും നമ്മൾ ഭയങ്കര സൗണ്ടൊന്നും ഉണ്ടാക്കില്ല, നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന സൗണ്ടിലേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. പക്ഷേ അവിടുത്തെ വീടുകളും അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആണ്, ഭയങ്കര ഡബിൾ സീൽഡ് ഒക്കെ, അപ്പോൾ അങ്ങനെ സൗണ്ട് പുറത്ത് പോകത്തില്ല. പക്ഷേ എന്നാലും മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് അവിടുത്തെ ഒരു കൾച്ചർ ഭയങ്കര ഡിഫറൻസാണ്. പക്ഷേ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ്, നമുക്ക് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. അതെ. അപ്പോൾ ഈ വീടുകളൊക്കെ അടുത്തടുത്തുണ്ടോ അതോ നമ്മുടെ നാട്ടിലത്തെ പോലെ മലപ്പുറത്തെ സ്ഥിതി അറിയാലോ, അവിടെ ഇവിടെ നോക്കിയാൽ ചുറ്റുപാടും വീടാണ് ഇപ്പോൾ. അവിടെ വീടുകൾ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പിലും നല്ലൊരു ഇതിലാണ്. പിന്നെ ഇവിടുത്തെ പോലെ മതിൽ സിസ്റ്റം കാര്യമൊന്നുമില്ല, എല്ലാവരും ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഡോറും ലോക്ക് ചെയ്യാറില്ല, അങ്ങനെയാണ്. ഐ മീൻ ചാവി കൊണ്ട് ലോക്കില്ല, അടച്ചു വെക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ സിസ്റ്റം അവിടെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇതില്ല. കാരണം ഞങ്ങൾ മെയിൻ ഭയങ്കര വലിയ ബെർലിൻ പോലത്തെ സിറ്റീസ് ഒന്നും അതും ഇല്ല, വളരെ റെയറാണ്. ഞങ്ങൾ മൊത്തം സിറ്റീസിൽ തന്നെ ഭയങ്കര റെയറാണ്, അങ്ങനെ ഉണ്ടാവാറില്ല. അതും ഈ യുക്രൈൻ യുദ്ധമൊക്കെ ഉണ്ടായപ്പോൾ വന്ന റെഫ്യൂജീസ് എന്നല്ലാതെ അല്ലാതെ ഉണ്ടാവാറില്ല. ഇല്ല. അത് ഞങ്ങൾ ബെർലിൻ പോലത്തെ ഭയങ്കര വലിയ സിറ്റീസിലൊക്കെയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവാറ് പൊതുവെ. ഞങ്ങളൊക്കെ നിൽക്കുന്ന ഏരിയയിൽ വളരെ കുറവാണ്. പോലീസൊക്കെ ഇപ്പോൾ വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഇല്ല, പോലീസ് അവിടെ എല്ലാത്തിനും വരും. നമ്മൾ എന്തിനാണ് ഇപ്പം ചാവി മറന്നു ഈ ഡോർ തുറക്കാനില്ല, പോലീസിനെ വിളിക്കുക. അവിടെ അങ്ങനെയാണ്. നമുക്ക് എന്തിനും ഇപ്പം ഹെൽപ്പ് വേണമെങ്കിൽ ഇപ്പം രാത്രി എവിടെയെങ്കിലും നിന്ന് നമ്മൾ അറിയാത്ത സ്ഥലത്താണ്, വീട്ടിൽ പോകാൻ അറിയില്ല, പോലീസിനെ വിളിക്കുക. അപ്പം അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക് അവിടെ. ഇപ്പം പോലീസിന്റെ രീതി ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്, ഭയങ്കര സൂപ്പറാണ് അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. അതുപോലെ ഇപ്പം ആംബുലൻസ് കേസ് ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് അർജൻറ്റായിട്ട് ഡോക്ടറെ കാണിക്കണം, ആംബുലൻസ് വിളിച്ചാൽ മതി. കാരണം എല്ലാവരും ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല, നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തേക്കണം. അപ്പം ഞങ്ങളൊക്കെ ഓൾറെഡി 3 മാസത്തിന് 4 മാസം എല്ലാ അപ്പോയിൻമെൻറ്റും എടുത്ത് വെക്കും, എല്ലാ ഡോക്ടേഴ്സിൻ്റെ. കാരണം അവിടെ എല്ലാത്തിനും അപ്പോയിൻമെൻറ്റ്സ് വേണം, അപ്പോയിൻമെൻറ്റ്സ് ഇല്ലാതെ ലൈഫ് നടക്കത്തില്ല. അപ്പം എന്തിനാണെങ്കിലും അപ്പം ആ ഒരു രസമാണ്. പെട്ടെന്നൊരു പനി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം നമുക്ക്? ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ പറയും വയസ്സ് എത്ര ചോദിക്കും, പനിയാണ് പറഞ്ഞാൽ വീട്ടിൽ പോയി ഇരുന്നോ റെസ്റ്റ് എടുത്തോ പറയും, അത്രേ ഉള്ളൂ, മരുന്നൊന്നുമില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ശീലിക്കണം, ഇമ്മ്യൂണിറ്റി അങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെയൊക്കെ. പിന്നെ എക്സ്ട്രീം സിറ്റുവേഷനിൽ ആംബുലൻസ് വിളിക്കുക, അത്രേ ഉള്ളൂ. ആംബുലൻസ് വിളിച്ചാലും നമ്മളെ കേസ് ജെനുവിൻ അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിൻ്റെ കോസ്റ്റൊക്കെ ബിയർ ചെയ്യണം, അല്ലെങ്കിൽ ഒക്കെ ഫ്രീ ആണ്, അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് നടക്കും. അതായത് സാധാരണ ഇവിടെ നമ്മൾ പനി വന്ന സ്പോട്ടിൽ പാരസെറ്റമോൾ എടുത്ത് കഴിക്കും, അതൊന്നും പറ്റത്തില്ല. അത് അതിൻ്റെ ആവശ്യം വരാറുമില്ല. മരുന്നും കൊണ്ടുപോയിട്ടില്ല അങ്ങോട്ട്. നമ്മൾ ഇവിടുത്തെ ഒബ്വിയസ്ലി ഇവിടുത്തെ മരുന്ന് കൊണ്ടുപോകും. പക്ഷെ അവിടെ ഉള്ളവരെ ലൈഫ് സ്റ്റൈൽ പ്രകാരം അവർ സാധാ ചായ കുടിക്കുക അല്ലെങ്കിൽ കോഫിയൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്ത്, ഇതുപോലെ നമ്മൾ ഇവിടുത്തെ പോലെ ജോലി ബാധിക്കൊന്നും പേടിയൊന്നും ഇല്ലല്ലോ. നമുക്കിപ്പോൾ സുഖമില്ലെങ്കിൽ സുഖമില്ലാറാണ്, ഇതിന് ജോബിന് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് അത്രയും സിക്ക് കിട്ടും. അതൊന്നും നമ്മളെ ലീവിൽ പോകുന്നില്ല, സിക്കൊക്കെ ഫ്രീ ആണ്. 10, 20, 1 മാസം 2 മാസം ഒക്കെ എടുക്കാം. ഇല്ല, അങ്ങനെ ഇഷ്യൂസും സാലറിയും കിട്ടും. അപ്പം അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറയാം, നമ്മളെ ഒരു പേഴ്സണൽ ലൈഫിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ്. അപ്പം അങ്ങനത്തെ പേടിയും കാര്യം. ഇപ്പം പ്രഗ്നൻ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ മറ്റേ മാറ്റേണിറ്റി ലീവൊക്കെ 2 വർഷം വരെ പോകുന്നവരുണ്ട്. അപ്പോൾ ഒന്നും ഇഷ്ടമില്ല. കുറച്ച് പീരീഡ് ഫുൾ സാലറി ആകും, പിന്നെ 70%, 60%. പക്ഷെ എന്നാലും നിങ്ങൾ എംപ്ലോയിഡ് ആണ്, കുറച്ചൊരു ബേസ് സാലറി ഉണ്ടാവും. അപ്പോൾ ഒക്കെ നല്ല തന്നെയാണ് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ. അവിടെ പെർമനന്റ് റെസിഡൻസി കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഇല്ല, ഞാൻ അത്ര ടൈം ആയിട്ടില്ല. ഞാൻ PR-ലൊരു
21 to അല്ലെങ്കിൽ 33 months ഒക്കെ ആവണം. പിന്നെ ലാംഗ്വേജും ഒന്ന് ബേസ് ലെവൽ സെറ്റ് ആക്കണം, എന്നാലും PR അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട് A1 ലെവൽ എന്നുള്ള, അത് കിട്ടിയാലാണ് നമ്മൾ PR എക്സാം ഒക്കെ എഴുതി നമുക്ക് കിട്ടുള്ളൂ. അത്ര ഡിഫിക്കൽട്ട് കാര്യമില്ല, നമ്മൾ ജസ്റ്റ് ലാംഗ്വേജ് പഠിക്കണമെന്നേ ഉള്ളൂ. മടിയൊക്കെ ആയതുകൊണ്ടുള്ള ഒരു ഇതാണ് പറഞ്ഞാൽ. PR കിട്ടിയാലോ പാസ്പോർട്ട് കിട്ടും അവിടുത്തെ? PR കിട്ടിയതിന് ശേഷം പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞാൽ പാസ്പോർട്ട് കിട്ടുള്ളൂ. പക്ഷേ PR കിട്ടിയാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ അവിടുത്തെ ഒരു ആളെ പോലെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ റൈറ്റ്സും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ജോബിനെ ഡിപ്പെൻഡൻ്റ് ആവില്ല, നമുക്ക് എപ്പം വേണമെങ്കിലും വേറെ ഏത് ജോബിലേക്കും സ്വിച്ച് ചെയ്യാം. ജോബ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ജോബ് ഇല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടും, അതും അവിടുത്തെ ഒരു ഗവൺമെൻറ് തരുന്ന ഒരു ആനുകൂല്യമാണ്. ആർക്കാണെങ്കിലും ജോലി ഇല്ലെങ്കിൽ നമ്മുടെ സാലറിൻ്റെ 60% ഗവൺമെൻറ് തരും. അപ്പം അങ്ങനത്തെ കുറേ പബ്ലിക് ഫെസിലിറ്റീസ് അവിടെ, വലിയ ബെനിഫിറ്റ്സ് കുറേ ഉണ്ട് അവിടെ. അല്ല, അപ്പോൾ ഇന്ത്യയിലെ പോലെ ടാക്സ് ഒന്നുമില്ലേ? ടാക്സ് അവിടെ നല്ല കൂടുതലാണ്. അറൗണ്ട് ഇപ്പം നമുക്ക് 42.5% ടാക്സ് വരുന്നുണ്ട്. ഇപ്പം ക്രിസ്ത്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 45 42,000 പോകും കഴിയുന്ന സ്പോട്ടിൽ. അങ്ങനെ പോകും, അത് പോകും. ഇപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ കൂടും, ചർച്ചിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ചർച്ച് ടാക്സ് ഉണ്ട്, അവർക്ക് 45 ആവും മൊത്തത്തിൽ. അപ്പം അങ്ങനെ ഉണ്ട്. പിന്നെ ചിലവർക്ക് മോസ്ക് കാര്യങ്ങൾ അവിടെ കിട്ടും, അതുണ്ട്. പക്ഷെ അതൊന്നുമില്ല, ഓൺലി ഫോർ ചർച്ച് ടാക്സേ ഉള്ളൂ, വേറെയുള്ളവർക്കില്ല. മോസ്കും കാര്യങ്ങളും വല്ലതും ഉണ്ട്, ചിലയിടത്ത് അമ്പലമുണ്ട്, ഗുരുദ്വാരുണ്ട്, അവൈലബിൾ ആണ്, ഒക്കെ ഉണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. അവർ ടാക്സ് സിസ്റ്റം അങ്ങനെയാണ്. പിന്നെ ഓരോരുത്തരും ഇപ്പം മാരീഡ് ആണെങ്കിൽ കുറച്ച് ടാക്സിന് മാറ്റം വരും, അല്ലെങ്കിൽ 2 പേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ആൾക്ക് കൂടുതൽ സാലറി ആൾക്ക് കുറച്ച് ടാക്സും, കുറച്ച് സാലറി ആൾക്ക് കൂടുതൽ ടാക്സ് പോകുന്ന സിസ്റ്റം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും 40% ഒക്കെ എന്തായാലും പോകും. മൊത്തം ഹൗസ് ഹോൾഡിൽ നിന്ന് 40-42 എന്തായാലും പോകും. പക്ഷേ ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. നമ്മൾ 30% ടാക്സ് കൊടുക്കുന്ന ഫെസിലിറ്റീസ് കിട്ടുന്നില്ല. അതെ. പിന്നെ ഇവിടുത്തെ പോലെ ഇതില്ല കേട്ടോ, ടാക്സ് ഡിഡക്ഷൻസ് ഒന്നും അങ്ങനെയല്ല. അപ്പം ഇവിടെ നമുക്ക് പല രീതിയിലും ടാക്സ് ഡിഡക്ഷൻസ് ഉണ്ട്, അവിടെ അതൊന്നുമില്ല. നമ്മൾ പോയത് ഫുള്ള് പോകും, അത്രേ ഉള്ളൂ. ഓക്കെ. അല്ല, ഇവിടെ ഇപ്പോൾ ഡിഡക്ഷൻസ് ഒക്കെ ഒഴിവാക്കി, ഇപ്പോൾ റീസെൻ്റ്ലി വന്ന അതനുസരിച്ച് ഡിഡക്ഷൻസ് ഒക്കെ ഒഴിവാക്കി. പിന്നെ അതിനേക്കാളും വലുത് ഞാൻ മനസ്സിലാക്കി വെച്ചാൽ റെസ്പെക്റ്റ് ആണ്. അതായത് പോലീസിൻ്റെ അടുത്ത് ആയിക്കോട്ടെ റെസ്പെക്ട്, ഗവൺമെന്റ് എന്ത് ആക്ടിവിറ്റീസിലും റെസ്പെക്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ റെസ്പെക്ട് കിട്ടൂലല്ലോ നമുക്ക്. നമ്മളാണ് ഇവരെ തീറ്റി പോറ്റുന്നുള്ള ബോധ്യം അവരെ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ അതെ. അവിടെ ഈവൻ ഇപ്പം റോഡ് പണി, ഇപ്പം നമുക്ക് ഇവിടെ കുറേ റോഡ് പണികളാണ് വരാം, അവിടെ ഇടയ്ക്ക് റോഡ് പണികൾ അവിടെയും നടക്കാറുണ്ട്. പക്ഷേ റോഡ് പണി നടക്കുന്നത് നമ്മളെ ബാധിക്കാറില്ല. അതൊക്കെ ആ സൈഡിൽ അവർ നോട്ടീസ് ആദ്യം തരും, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് പണി ഇങ്ങനെ നടക്കും, നിങ്ങൾ ഈ വൈക്കോടെ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ നോട്ടീസും കാര്യങ്ങളും ഇൻഫർമേഷൻസും ഒക്കെ തരും. പിന്നെ ഇലക്ട്രിസിറ്റി ഞാൻ അത് പറഞ്ഞോളൂ, ഞാൻ ഇന്നായിട്ട് പവർ കട്ട് കണ്ടിട്ടില്ല. അങ്ങനെ സാധനം എപ്പോഴും ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഒക്കെ താഴെക്കോടെ, എല്ലാതും താഴെക്കോടെ. നമ്മൾ ഒരു സാധനം ലൈനോ വെള്ളം അതുപോലെ എവിടുന്നും വെള്ളം കുടിക്കാം. നമ്മളിപ്പം ഒരു പബ്ലിക് പ്ലേസിൽ മറ്റേ ഈ ഫൗണ്ടെയിൻസ് ഒക്കെ ഉണ്ടാവില്ല, വല്ല പ്രതിമയിൽ നിന്നൊക്കെ വെള്ളം, ആ വെള്ളം വരെ നമുക്ക് കുടിക്കാം. അത്രയും പ്യുവർ ഡ്രിങ്കബിൾ വാട്ടറാണ് എല്ലായിടത്തുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബെനിഫിറ്റ്സ് ഉള്ളതിലാണ് ഒന്ന്. അതൊക്കെ വെള്ളം പൈപ്പ് വെള്ളമാണ് നിങ്ങൾക്ക് വരുന്നത്, ഫുൾ ഗവൺമെന്റ് നോക്കും. ഹീറ്റിംഗ്, കൂളിംഗ്, അതിനൊന്നും എക്സ്ട്രാ ബില്ലുണ്ടോ? ബില്ലുണ്ട്, നമ്മൾ യൂസേജ് അനുസരിച്ച് ബില്ല് വരും. ബട്ട് എന്നാലും ബെറ്റർ ആണ് എല്ലാത്തിനേക്കാളും. കറണ്ട് പോകാനല്ലേ, നേരിട്ടും പോയിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്നും അവിടെ ഇപ്പോൾ ഒരു എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ പവർ ബാക്കപ്പ് എന്നുള്ള സംഭവം അതൊന്നുമില്ല, അതൊന്നും വേണ്ട? ഇല്ല. ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ട്, അതുകൊണ്ട് ഒരു പേടിയില്ല. ഞാൻ ചില സമയത്ത് നമ്മളെ ചില മെഷീൻ ലേണിംഗ് മോഡൽസ് ഒക്കെ റൺ ചെയ്യാണ്ടിട്ട് ഇട്ടാണ്ട് രാത്രി ഇട്ട് വെച്ചിട്ട് പോകാം. നമുക്ക് അതുമായിട്ട് CPU അടിച്ചു പോയാൽ മൊത്തം ട്രെയിനിങ് പോകില്ലേ. പക്ഷെ കോൺഫിഡൻ്റ് ആണ്, പോകില്ലെന്ന് നമുക്ക് അറിയാം. ഒരു പവർ ഫ്ലക്ച്വേഷൻ പോലും ഒന്നും ഉണ്ടാവത്തില്ല, അതൊക്കെ ഗ്യാരണ്ടീഡ് ആണ് അവിടുത്തെ എല്ലാത്തിനും. അങ്ങനെ ഉണ്ട്. ഇവിടെ മാത്രമാണ് ഇങ്ങനത്തെ ചില കേസസ് ഉണ്ടാവാറ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്, അതായത് അവർക്ക് ഇപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴേ ശരിക്ക് കേൾക്കണ എല്ലാവർക്കും തോന്നും അങ്ങോട്ടൊന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. അപ്പോൾ ഉറപ്പായിട്ട് കേൾക്കണവർക്ക് തോന്നും ഇങ്ങനെയുള്ള കുറച്ച് കൺട്രീസിലോട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. പലരും നമ്മളിത് എക്സ്പ്ലോർ ചെയ്യാനിട്ടോ അല്ലെങ്കിൽ അറിയാഞ്ഞിട്ടായിരിക്കും. അപ്പോൾ പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാരോട് ഏത് രീതിയിൽ പഠിക്കണം എന്നാണോ അല്ലെങ്കിൽ എങ്ങനെ ഫോളോ ചെയ്യണം എന്നാണോ ഇങ്ങനെ പറയാനുള്ളത്? അപ്പം പഠിക്കുന്നതിന് ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ മിക്ക പേർക്കും ഇപ്പോൾ എന്തൊക്കെ കേൾക്കുമ്പോൾ അബ്രോഡിലേക്ക് പോകണം, കുറേ പൈസ ഉണ്ടാക്കണം, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സാലറീൻ്റെ കേസ് പറയാം. സാലറീൻ്റെ കേസ് ആണെങ്കിൽ ഇപ്പം ഇവിടെ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നല്ല പാക്കേജസ് കിട്ടും. നല്ല പാക്കേജസ് കിട്ടുമ്പം അത് കമ്പയർ ടു യൂറോപ്പ് നോക്കുമ്പം ഇവിടുത്താണ് ബെറ്റർ. ഞാൻ പറയില്ല, നിങ്ങൾക്ക് ക്യാഷ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നല്ല സാലറി കിട്ടിയാൽ അതാണ് ബെറ്റർ. കാരണം ഇവിടെ എക്സ്പെൻസ് കുറവാണ്. അവിടെ നമുക്ക് സാലറി കിട്ടിയാൽ നമ്മളൊരു അറൗണ്ട് 42% ടാക്സ് ആയി പോയി, പിന്നെ ഉള്ളതിൻ്റെ പകുതിയോളം റെൻ്റ് ആയി പോകും, പിന്നെ ചിലവുകൾ കാര്യങ്ങൾ കുറച്ച് സേവിങ്സ് ഉണ്ട്. ഇപ്പം ആ ഒരു ലെവലിൽ ആലോചിക്കുമ്പം ക്യാഷ് മാത്രമാണ് പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ വർക്ക് ചെയ്താൽ മതിയാവും.
പക്ഷെ അവിടെ വർക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ്, നമ്മളെ ലൈഫ് സ്റ്റൈലിൻ്റെ മാറ്റങ്ങൾ, നമ്മളെ വർക്ക് ലൈഫ് ബാലൻസ്, ഇങ്ങനത്തെ കുറേ ഡിഫറൻസും ട്രാവലിംഗ് ഫ്രീഡം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവണം. പിന്നെ എപ്പോഴും ഡ്രീം ചെയ്യുമ്പോൾ നമ്മൾ വലിയ വലിയ കമ്പനീസിലേക്ക് ഡ്രീം ചെയ്യുക. ഒരിക്കലും ഗൂഗിളല്ലേ അതെനിക്ക് കിട്ടൂല അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നമ്മൾ അതിനെ എനിക്ക് വേണം ആ ലെവലുള്ള കമ്പനീസ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഞാനൊക്കെ അതാ ചെയ്യാറ്. ഞാനൊക്കെ കോളേജ് ചെയ്യുമ്പോൾ ഞാൻ ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ടോപ്പ് 50 പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ്, അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഫോക്കസ് ഇതിൽ മാത്രമേ ഞാൻ അപ്ലൈ. ഞാൻ നേരത്തെ അവരെ കരിയർ പേജിൽ ഓരോ പേജിൽ പോയിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് എന്താ വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനനുസരിച്ച് പ്രൊജക്ട്സുകൾ ചെയ്യും, അതിനനുസരിച്ചുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ചില സ്കിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. ആ ചെയ്ത പ്രോജക്റ്റ് ഓൾറെഡി ഉള്ള പ്രോജക്റ്റിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നു. കാരണം ചെറിയ പ്രോജക്റ്റ് ഇത് ആരും നോക്കില്ല, പക്ഷേ നമ്മളെ അടുത്ത് ഓൾറെഡി ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ട്, അതിലേക്ക് ഇതെങ്ങനെ ലിങ്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ ഓരോന്നും ആലോചിക്കുക. അങ്ങനെ നമ്മൾ അതൊക്കെ വായിച്ച് അതിന് ഡെവലപ്പ് ചെയ്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് നിരത്തി അപ്ലൈ ചെയ്യും. ആ 50 കമ്പനിയിൽ 10 ഓപ്പണിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ 500 ഓപ്പണിങ്സ് ഞാൻ അപ്പോൾ അപ്ലൈ ചെയ്ത് 500 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 റെസ്പോൺസ് കിട്ടുള്ളൂ. ബാക്കി 495 റിജക്ഷനൊക്കെ. പക്ഷേ 5 റെസ്പോൺസ് കിട്ടും. ആ 5 1 ഇൻ്റർവ്യൂ നമുക്ക് ക്വാളിഫൈ ചെയ്യാനും പറ്റും. ഞാൻ ആ ഒരു റേഷ്യോണ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 1% ആലോചിക്കുക. 100 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ എനിക്ക് പറയും നമുക്ക് ഇൻ്റർവ്യൂവിന് വന്നോ എന്ന് പറയും. ആ റേഷ്യോയിൽ എല്ലാവരും അപ്ലൈ ചെയ്യുക, പ്രൊഫൈൽ സൂപ്പറാക്കുക. അപ്പം ലിങ്ക്ഡിൻ നമ്മൾ വിചാരിക്കും ലിങ്ക്ഡിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ആരാണ് ഇപ്പം ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു എഞ്ചിനീയർ ഞാനാണെങ്കിലും പോലും വെറുതെ നോക്കും എന്താ ഇവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. അത് നോക്കിയിട്ടാണ് ചിലപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഇപ്പം നിങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുക. ഇപ്പം ഞാൻ വെറുതെ ഒരു DSA ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ വരിക. അപ്പം നിങ്ങളൊരു ലിങ്ക്ഡിൻ നോക്കിയിട്ടാവോ ഇവന് അത്യാവശ്യം DSA ചെയ്യുന്ന ഒരാളാണ്, അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് എന്നുള്ള നമ്മൾ അങ്ങനെ ഡിസൈഡ് ചെയ്യുക. അപ്പം നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുക. ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് നമുക്ക് എത്ര ഇല്ല റെസ്യൂമൊക്കെ ലിമിറ്റ് ഉണ്ട്. ഒരു പേജൊക്കെ അല്ലെങ്കിൽ 2 പേജ് മാക്സിമം. ലിങ്ക്ഡിൻ നമുക്ക് കുറേ എഴുതി വെക്കാം. അപ്പം ഇതുപോലെ ഇപ്പോൾ സൂമിൽ നിന്ന് എനിക്ക് കോൾ പോലെ പലർക്കും ഇങ്ങനെ കോൾസ് വരാറുണ്ട്. അങ്ങനെ കിട്ടിയവരും ഉണ്ട് കുറേ. എൻ്റെ ഫ്രണ്ട് സർക്കിൾ എൻ്റെ ജൂനിയേഴ്സിനൊക്കെ അങ്ങനെ കിട്ടിയവരുണ്ട്. അപ്പം നല്ലൊരു പ്രൊഫൈൽ ലിങ്ക്ഡിനിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം നിങ്ങളൊക്കെ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ആർട്ടിക്കിൾസ് ചെയ്ത് ഞാൻ പറയാറുണ്ട്, നമ്മളിപ്പം പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും അതിലിപ്പോൾ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഡ്രസ്സിൽ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ചെയ്തു ചെറുതാണെങ്കിലും ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുക. പറയുക ഇന്നത്തെ എൻ്റെ പ്രൊജക്റ്റിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്തു, അതിന് ഞാൻ ഇത്ര ടൈം എടുത്തു പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റി. നമ്മൾ ചിലപ്പോൾ ഒരാളൊക്കെ ലൈക്ക് ചെയ്യുള്ളൂ, ലൈക്കിലല്ല മാറ്റർ. അത് എന്തെങ്കിലും നിങ്ങളെ പ്രൊഫൈൽ ഒരാൾ തുറന്നു നോക്കുന്ന സമയത്ത് ഇത് കാണുമ്പം ഇങ്ങനെയൊക്കെ എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്, നല്ലൊരാളാണ്, അങ്ങനെയൊക്കെ നമ്മൾ അല്ല. അപ്പം നമ്മൾ ആ ഒരു എഫേർട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ എഫേർട്ടും എക്സ്പെൻസ് കാണിച്ചു കൊടുക്കാൻ പറ്റണം എല്ലാവർക്കും. അതങ്ങനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, സെൽഫ് പ്രൊമോഷൻ. എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു കോളേജിൽ, പുള്ളി എന്നോട് പറയും പ്ലേസ്മെൻറ്റിന് അല്ലെങ്കിൽ ജോബിനൊക്കെ നോക്കുമ്പം ഈ ഒരു കല്യാണത്തിന് ഇരിക്കുന്ന പോലെ ഇരിക്കണം. കല്യാണ പെണ്ണിനെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മളെങ്ങനെ ഇരിക്കുക, നമ്മളെ ഏറ്റവും ബെസ്റ്റ് ബിഹേവിയർ ആയിക്കാരും, നമ്മളെ നാട്ടിലൊക്കെ എല്ലാവരോടും നല്ല പറയിപ്പിക്കണം, എല്ലാതും നല്ലപോലെ ചെയ്യുക. അങ്ങനെയുള്ള നമ്മൾ ഒരു പ്രിപ്പയറേഷൻ, നമ്മൾ ഡ്രസ്സിങ് എങ്ങനെ ആയിരിക്കണം പറയും. എപ്പോഴും മെൻ്റലി അങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ജോബിനാണെങ്കിലും നമ്മൾ അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു എഞ്ചിനീയറാണ്, ആ ലെവലിൽ നമ്മളെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണെങ്കിൽ അത് സെറ്റാവും. പിന്നെ ഒരു 5 ഇയേഴ്സിനുള്ള വിഷൻ കാണുക. ലൈക്ക് നെക്സ്റ്റ് 5 ഇയേഴ്സ് എനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യണം, ഇത്ര സാലറിയിൽ ഇത്ര കമ്പനിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എത്തും. അതിപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൊളീഗ്സ് ഒന്നും ആരും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കില്ല. അവർ പറയും അടുത്ത് ഞാൻ ഇനി മൂവ് ചെയ്യണം ഈ കമ്പനിക്ക് ഞാൻ മൂവ് ചെയ്യുക. അങ്ങനെ എല്ലാവരും പ്ലാൻ അങ്ങനെ സെറ്റാണ്. അല്ലാതെ കൂടുതൽ സാലറി ഇരുന്ന കമ്പനി അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഓരോരോ വിഷൻ ഉണ്ട്, ആ വിഷനിൽ എല്ലാവരും സെറ്റ്. അപ്പോൾ എനിക്കാണെങ്കിലും പേഴ്സണലി കുറച്ച് വിഷൻസ്. അപ്പോൾ ഞാൻ അടുത്തത് ഇന്നൊരു കമ്പനി വന്ന് ഇതാക്കിയാൽ മാത്രമേ പോവുള്ളൂ. അല്ലാതെ വേറെ ആളിപ്പം ഒബ്വിയസ്ലി ഞാൻ ഇപ്പോൾ ഒരു ടെക് കമ്പനിക്ക് വേണമെങ്കിൽ കൂടുതൽ സാലറി കിട്ടും, പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇൻട്രസ്റ്റ് മെർസിഡീസിലെ പ്രോബ്ലംസും ഇത് സോൾവ് ചെയ്യാന്നുള്ള എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം എൻ്റെ ഹാപ്പിനെസ് അവിടെയാണ്. അതുകൊണ്ട് നമുക്ക് കുറേ ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ ഇവിടെ ചെയ്യുന്ന കഥകൾ എനിക്ക് വേറൊരിടത്ത് പറയാനും കഴിയും. അങ്ങനെയാണ് നമ്മളെ കരിയറിനെ ഞാൻ എപ്പോഴും അങ്ങനെ കാണാറ്. അത് നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ ആ ഒരു സ്റ്റോറി ലൈനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്യണം, ഞാൻ ചെയ്യുന്ന വർക്ക് ഇങ്ങനെ ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കണം, ഇങ്ങനെ ഒരു കമ്പനിയിലാവണം, അല്ലെങ്കിൽ നമ്മളെ പാരൻസിന് പ്രൗഡ് ഫീലിംഗ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർക്ക് പ്രൗഡ് ഫീലിംഗ് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു വിഷനിലെത്തും ഓട്ടോമാറ്റിക്കലി. പിന്നെ ഓപ്പർച്യൂണിറ്റീസിന് ഒരു കുറവുമില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങളെ കമ്പനീസിലൊക്കെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കാൻഡിഡേറ്റ്സിന് കിട്ടാറില്ല. 10 ഇൻ്റർവ്യൂ എടുത്താലും ഒരാളെ പോലും ഞങ്ങൾക്ക് ഹയർ ചെയ്യാൻ പറ്റാറില്ല. അതേപോലെ സ്റ്റുഡൻസ് പറയും ജോബ് കിട്ടുന്നില്ല. ബേസിക്കലി ആ ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ ആ ക്വാളിറ്റി എഞ്ചിനീയേഴ്സിന് കിട്ടാത്ത ഗ്യാപ്പാണ്. ഫ്രഷേഴ്സിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, എന്നിട്ടും കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ ആ ക്വാളിറ്റി ഉള്ള ഒരു എഞ്ചിനീയർ ആവുക, സ്വയം ആവുക. അത് ആരും പഠിപ്പിച്ചിരുന്ന കാര്യമില്ല, നമ്മൾ ബുക്ക് പോലെ പഠിക്കുന്നൊരു കാര്യം. നമ്മൾ സ്വയം എഫേർട്ട് എടുത്ത് ചെയ്ത് തെറ്റുകളെന്നേ പഠിക്കുകയുള്ളൂ. ഒരിക്കലും അതിനാ കുറേ പ്രൊജക്ട്സ് ചെയ്യേണ്ടത്. പ്രൊജക്ട്സ് ചെയ്താലേ തെറ്റുകൾ ഉണ്ടാവുള്ളൂ. കമ്പനിയിൽ കയറിയാണ്ട് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ DB ഒക്കെ എടുത്താൽ പറ്റില്ല, പക്ഷേ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്തും ചെയ്യാം. അങ്ങനെ ചെയ്ത് ഒരു 3-4-5 പ്രൊജക്റ്റ് ചെയ്യുമ്പം
വേറൊരു നല്ല പ്രൊജക്റ്റുകളുടെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതേ കഴിച്ചപ്പോൾ ഏറ്റവും അടിപൊളി പ്രൊജക്ട്സ് കിട്ടും. അപ്പം ഇപ്പം തന്നെ ഞാൻ പ്രോട്ടോടൈപ്പിൽ പിള്ളേരോട് സംസാരിച്ച് പറഞ്ഞ് നല്ലൊരു ഒരു ഐഡിയ എന്നോട് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ സൂപ്പർ ഐഡിയ ആയിരുന്നു അത്. അപ്പം അതൊക്കെ തന്നെ ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള പ്രൊജക്ട്സ് ആണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പം അതൊക്കെ ചെയ്യുക, ഹാക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കൂടുതൽ സ്കില്ല് എവിടെ നിന്ന് കിട്ടും അവിടെ പോയി തേടി പിടിച്ച് അത് ചെയ്യുക, അങ്ങനെയാണ്. പിന്നെ പഠിത്തമൊക്കെ ഒരു നല്ല പാസ് മാർക്കോ അല്ലെങ്കിൽ ഒരു ആവറേജിൽ കൊണ്ടു നടക്കുക, അതിൽ ഫുൾ ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിൻ്റെ കൂടെ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഓൺടർപ്രണർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെ ആഗ്രഹിച്ചിട്ടുണ്ട്? ഒബ്വിയസ്ലി നമ്മൾ ആരാണെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒരു എൻ്റർപ്രണർ ആവണം എന്നാണ് ഞാൻ പറയുക. അതിന് നമുക്ക് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനോ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ചെയ്യുക. എസ്പെഷ്യലി വേറെയുള്ള ഏത് ഫീൽഡ് പോലെയല്ല, നമ്മൾ ടെക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർപ്രണർ ആവാൻ ഏറ്റവും ഈസിയസ്റ്റ് എൻട്രി ലെവൽ ബാരിയർ എൻട്രി വളരെ കുറവാണ്. അതായത് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ആ ലാപ്ടോപ്പിൽ ഇരുന്ന് ചെയ്യാനുള്ളൂ, വേറെ ആർക്കും നമ്മൾ പൈസ കൊടുക്കുക ഒന്നും ചെയ്യണ്ട. ആ പ്രോഡക്റ്റ് നല്ലതാണ്. അപ്പം എല്ലാവരും ആവണം, ആ ഒരു ഗോൾ വേണം എപ്പോഴും മനസ്സിൽ. ഒബ്വിയസ്ലി എനിക്കുണ്ട് ആ ഒരു ഗോൾ. കൊള്ളാം. അടുത്തൊരു ചോദ്യം, AI ജോലി കളയുമോ? ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല ഇൻട്രസ്റ്റിംഗ് ചോദ്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഏത് ടെക്കിന്റെ എക്സ്പേർട്സ് നമ്മുടെ ചാനലിൽ വന്നാലും ചോദിച്ചിരിക്കണം. ഓക്കെ, AI നമ്മളെ ജോബ് കളയോ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഒരു ടൂള് വന്നു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ആണി അടിക്കാൻ യൂസ് ചെയ്ത് ചുറ്റി കാണിക്കുമ്പോൾ ജാക്കാമറും പല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഓരോ ടൂൾസ് വരുന്നതനുസരിച്ച് നമ്മളെ വർക്കിൻ്റെ രീതികൾ മാറിക്കൊണ്ടേ നിൽക്കും. പണ്ട് ടെർമിനലിൽ കോഡ് ചെയ്തവർ ഇപ്പോൾ VS കോഡിൽ കോഡ് ചെയ്യുന്നു. ഇപ്പോൾ VS കോഡ് വേണ്ട മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റിൽ കോഡ് ചെയ്യാം. അതൊക്കെ ടൂൾസാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ജോബ് ഒരു ജനറിക് ആയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യം മാത്രമേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കോഡ് അല്ലെങ്കിൽ ഇന്നൊരു ഫംഗ്ഷൻ മാത്രമേ, എനിക്ക് ജാവ മാത്രമേ ഉള്ളൂ, ഞാൻ ജാവ മാത്രമേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല, എന്നോട് എന്താണോ എൻ്റെ ആർക്കിടെക്റ്റൽ മാനേജർ പറയുന്നത് മാത്രം. അങ്ങനത്തെ അങ്ങനെ ഒരു അഡാപ്റ്റ് ചെയ്യാൻ റെഡി അല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ജോബ് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ടൂളിനെ യൂസ് ചെയ്ത് ബെറ്റർ ആക്കി കോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ വെറൊരു കോഡ് ചെയ്യുക എന്നുള്ള, ഇതൊക്കെ ഡിസൈൻ ചെയ്യാനും ആർക്കിടെക്ട് ചെയ്യാനും എഫിഷ്യൻസി കൂട്ടാനും കോംപ്ലക്സിറ്റി നോക്കാനൊക്കെ വേണം. അപ്പോൾ ഈ ഒരു ഓവറോൾ ഹയർ ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളെ ജോബൊന്നും അങ്ങനെ ആർക്കും എടുക്കാനോ അല്ലെങ്കിൽ മാറ്റാനോ പറ്റില്ല. പക്ഷേ നമ്മൾ ആ ടൂൾസൊക്കെ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യും. നമുക്ക് റെപ്റ്റിറ്റീവ് ടാസ്ക് ഒഴിവാക്കാനാണ് AI എന്നൊക്കെ. അപ്പം ഞാൻ ഒബ്വിയസ്ലി ഞങ്ങൾ കോപൈലറ്റും ChatGPT ഒക്കെ ഞങ്ങളെ വർക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് എഴുതിയിട്ട് ഞങ്ങൾ ആരും എഞ്ചിനീയേഴ്സിന് ജോബ് പോകില്ല. കാരണം ഇത് അവരുടെ ടൈം, അവർ 2 മണിക്കൂർ ചെയ്യുന്ന പണി ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കും. കാരണം അതൊക്കെ ടൂൾ യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ആവുക. ഞാൻ പറഞ്ഞ ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത്, നമ്മളൊരു ടെക്കാണ്, ഇന്നുള്ളതല്ല 10 കൊല്ലം കഴിഞ്ഞാണ്ടാവുക, മാറിപ്പോവും. ഇപ്പോഴേ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 10 വർഷം നമ്മളൊരു കാര്യം ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് മാറാൻ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പോഴേ എല്ലാത്തിനും അഡാപ്റ്റ് ആയതുകൊണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൈത്തണിക്ക് അറിയാതെയാണ് ഞാൻ ഫസ്റ്റ് ജോബിൽ കയറിയത്. സൂമിൽ കയറിയപ്പം Cൻ്റെയും പൈത്തണിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്, സൈത്തൺ. അതും എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ അതാ പഠിച്ചത്. അപ്പം ചെയ്യേണ്ടി വന്നു. അതുപോലെ ക്ലോഷ്യർ എന്ന ലാംഗ്വേജ് എനിക്ക് അപ്പോൾ ചെയ്യേണ്ടി വന്നു. അതൊന്നും അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ ആ മൊമെൻറ്റിൽ നമ്മൾ റെഡി ആവണം, മെൻ്റലി റെഡി ആവണം, അത് പഠിക്കാൻ റെഡിയാണ്, അങ്ങനെ അറിയുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും നമുക്ക് അങ്ങനെ ബാധിക്കില്ല. പക്ഷേ ബെറ്റർ ടു ബി നോ എവറിത്തിങ്. അതിൽ ഒരു ആഡ് ഓൺ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഡെവിനെ റീപ്ലേസ് ചെയ്യോ ഡെവലപ്പേഴ്സിനെ? ഇല്ലില്ല, അതില്ല. അതും ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ കോപൈലറ്റ് ഒക്കെ പോലെ ഒരു നല്ല ടൂളാണ്. അതിന് ഡെവലപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ പറ്റും. ബേസിക്കലി കോഡ് എഴുതുക എന്നുള്ള ഒരു പ്രോസസ്സ് ചിലപ്പോൾ ഓട്ടോമേറ്റഡ് ആവും. കോഡിങ് എന്നുള്ള ആ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് ചിലപ്പോൾ ഓട്ടോമേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇന്നല്ലെങ്കിൽ ഒരു 5 വർഷത്തിൽ എന്തായാലും ആവുമായിരിക്കും. പക്ഷെ അത് എന്ത് കോഡ് എഴുതണം, എങ്ങനെ ചെയ്യണം, അത് ചെയ്തത് കറക്റ്റാണോ അത് വെരിഫൈ ചെയ്യുക, കോഡ് റിവ്യൂയിങ് ചെയ്യുക, അത് കറക്റ്റ് രീതിയിൽ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുക, പ്രൊഡക്ഷനിൽ പൈപ്പ് ലൈനിൽ ഇടുന്നത്, അല്ലെങ്കിൽ അതെന്നെ കുറച്ച് മോഡ്യുലൈസ് ചെയ്തിട്ട് വേറെയുള്ളടത്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ ബേസിക്കലി എഞ്ചിനീയേഴ്സിൻ്റെ പർപ്പസ് ആണ് ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ വരും. കോഡിങ് മാത്രമല്ല, കോഡിങ് നമ്മുടെ ജോബിൻ്റെ ഒരു പാർട്ടാണ്. അത് ചിലപ്പോൾ റീപ്ലേസ് ചെയ്താലും കുഴപ്പമുള്ള കാര്യമാണ്, നമ്മളെ ബാധിക്കില്ല. അതുതന്നെയാണ്, അത് എളുപ്പമാക്കും. അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ ആൾക്കാർ വേണ്ടി കോഡ് എഴുതുന്നപ്പോൾ പലരും പ്രോഗ്രാമിൽ നിന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അത് ഇന്ന ലാംഗ്വേജ് പഠിക്കണം, മറ്റേ ലാംഗ്വേജ്. ഞാൻ പറഞ്ഞ ലാംഗ്വേജ് അല്ല പ്രോബ്ലം. ലാംഗ്വേജിന് എല്ലാത്തിനും സിൻടാക്സ്, ചിലപ്പോൾ അവിടെ സെമി കോളൻ ഇടണം, ഇവിടെ നെക്സ്റ്റ് ലൈൻ എഴുതണമെന്നേ ഉള്ളൂ. ലാംഗ്വേജ് പലരും ലാംഗ്വേജിന് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ലാംഗ്വേജിന് ഒരിക്കലും പേടിക്കേണ്ട കാര്യങ്ങൾ. ലാംഗ്വേജ് ഞാൻ അതല്ല, നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് കംഫർട്ടബിൾ, അത് കംഫർട്ട് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ്. ഇപ്പം AI മെഷീൻ ലേണിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി പൈത്തൺ പഠിക്കുന്നതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അതുപോലെ വേറൊരാൾ ചെയ്യുന്നവർക്ക് ആൻഡ്രോയിഡ് ചെയ്യുന്നവർക്ക് ജാവ അല്ലെങ്കിൽ കോട്ട്ലിനേക്കാൾ ഇഷ്ടപ്പെടുക. അപ്പോൾ അയാൾ ഇപ്പോൾ അത് പഠിക്കുന്നവർക്കും ബെറ്റർ. അത് ജാവ പഠിച്ചുകൊണ്ട് പറയുകയാണ്, ഇനി ഇപ്പോൾ പൈത്തൺ പഠിക്കാൻ ജോബ് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനല്ല, ഇപ്പോൾ മൈക്രോസോഫ്റ്റിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ജോബ് കിട്ടി കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജ് അറിഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ലാംഗ്വേജ് C# അവർ ഹയർ ചെയ്യുമ്പോൾ C# അറിയുമെന്ന് ചോദിക്കുകയില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ DSA ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ
ടീമിലേക്ക് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ C#. ആപ്പിളിലാണെങ്കിൽ സ്വിഫ്റ്റ് ആണ് അവരുടെ ലാംഗ്വേജ്. സ്വിഫ്റ്റ് ഇപ്പോൾ നമ്മൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നു ഡെവലപ്മെൻറ്റ് ഒരു യൂസും ഇല്ല, പക്ഷേ അവർ ഇൻറ്റേർണലി അവർ സ്വിഫ്റ്റ് യൂസ് ചെയ്യും. ഗൂഗിളിന് തന്നെ ഇൻറ്റേർണലി വേറെ കുറേ ലാംഗ്വേജസ് ഉണ്ട്. ആ ലാംഗ്വേജസ് ഒന്നും നമുക്ക് അറിയത്തും കൂടിയില്ല. പക്ഷെ അവിടെ പോയി അതാണ് ആ ലാംഗ്വേജിൽ പിടിച്ചു നിന്നിട്ട് ഇതേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മേൺ സ്റ്റാക്ക് മാത്രമേ പഠിക്കുകയുള്ളൂ, അല്ലെങ്കിൽ Node.js മാത്രമേ, അങ്ങനെയല്ല. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് എൻ്റെ കോർ പ്രിൻസിപ്പിൾ അറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഏത് വന്നു കഴിഞ്ഞാലും മാറിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ AngularJS ആയിരുന്നു വലുത്, പിന്നെ React.js വന്നു, അങ്ങനെ അതും മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ഒക്കെ മാറിക്കൊണ്ടേ നോക്കും. പക്ഷേ അതിന് ബേസിക്സ് പഠിച്ച് സ്ട്രോങ് ആക്കി ഫണ്ടമെൻ്റലാക്കി വെച്ചാൽ മതി, അപ്പം വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ കിട്ടി. ശരിക്കും ഈ പോഡ്കാസ്റ്റ് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സംസാരത്തിൽ നിർത്താൻ പറ്റിയ പോഡ്കാസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. എന്താ വെച്ചാൽ കേൾക്കാൻ രസമുണ്ട്. ഒന്നാമത് യാസിർ സംസാരിക്കുന്നത് ഭയങ്കര രസമായിട്ട് കേട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനിയും നാട്ടിലോട്ട് എന്ന് വരുമായിരിക്കും, അടുത്ത വർഷമായിരിക്കുമോ മിക്കവാറും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തായാലും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടോ. നമുക്ക് യാസറിനെ നമുക്ക് വീണ്ടും ഒരു പോഡ്കാസ്റ്റോട് എനിക്ക് വെച്ചാൽ കുറേ കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടോ കംപ്ലീറ്റ് ആവണമല്ല യാസറിനോട് ഡിസ്കഷൻ. പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ ഇനിയും കേൾക്കാനുണ്ട്. എന്തായാലും ഫ്യൂച്ചറിൽ നമുക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഇത്രയും നേരം സമയം സ്പെൻഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത്ര പാക്കേജ് കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു കൊടുത്ത വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് പേർക്ക് കേരളത്തിൽ ഒരുപാട് പേര് നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ടെക് പഠിക്കുന്ന നമ്മുടെ ചാനലിൽ ആ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് 3.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. പക്ഷേ ആ സബ്സ്ക്രൈബേഴ്സിൽ ഒട്ടുമിക്ക ആൾക്കാർ കരിയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ്, അല്ലാണ്ട് അവിടെ ഒരിക്കലും എൻ്റർടൈൻമെൻറ്റ് വന്ന ആൾക്കാരല്ല. അപ്പോൾ ആ ഒരു കരിയർ ഇമ്പ്രൂവ് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബെനിഫിറ്റ് ആവും ഇതൊക്കെ. ഭയങ്കര ഡിസ്കഷൻസ് ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് എക്സ്പേർട്സിനെ. ഒരുപാട് പേർക്ക് ഗുണമാവട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ കമ്മിങ്. ഇനിയും നമുക്ക് മീറ്റ് ചെയ്യാം, ജർമ്മനിയിൽ വെച്ച് മീറ്റ് ചെയ്യാം. കണ്ടതിൽ വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ്. സൂപ്പറായിരുന്നു. ഓക്കെ, താങ്ക് യു.